മനസ്സിലുള്ളത് ഇനി മാറ്റിവെക്കേണ്ട MX വെഡിംഗ് സെന്റർ അവതരിപ്പിക്കുന്നു MX സൂപ്പർ സെയിൽ. നാളിതുവരെ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് പ്രിയ ഉപഭോക്താക്കൾക്കായി MX നൽകുന്നു എല്ലാ വസ്ത്രങ്ങൾക്കും ഫ്ലാറ്റ് 20% ഓഫ്. കൊപ്പം ആമിയൂർ എരുമത്തടത്തിലെ ക്വാറിക്ക് സമീപത്തെ മൺകൂനയുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധനയ്ക്കെത്തി. കൊപ്പം പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന എരുമത്തടത്തെ ക്വാറിക്ക് സമീപം വൻതോതിൽ കൂട്ടിയിട്ട മൺകൂന മുഴുവനായും സ്ഥലത്തുനിന്നും നീക്കം ചെയ്യണമെന്നുൾപ്പെടെയുള്ള നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ജില്ലാ ജിയോളജിസ്റ്റ് MP വിനോദ്, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് VK രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കെത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T വത്സല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശങ്കർ കൊട്ടാരത്തിൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. കോറിക്ക് സമീപത്ത് കൂട്ടിയിട്ട മൺകൂന മഴയിൽ കുത്തിയൊലിച്ച് താഴ്വാരത്തെ വീടുകളിലേക്ക് എത്തിയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെടുകയും റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി മണ്ണ് നീക്കം ചെയ്യുവാൻ കോറി ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയുമായിരുന്നു. 2 ദിവസം കോറി ഉടമയുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും ഇത് അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് നാട്ടുകാർ വീണ്ടും രംഗത്തെത്തുകയായിരുന്നു. മണ്ണ് തട്ടുതട്ടുകളായി മാറ്റി ഭൂവസ്ത്രം വിരിക്കുന്ന പ്രവൃത്തികളാണ് കോറി ഉടമയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരുന്നത്. എന്നാൽ ഇത് കനത്ത മഴയിൽ കുത്തിയൊലിച്ച് താഴ്വാരത്തെ വീടുകളിലേക്ക് എത്തുമെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ജിയോളജി വകുപ്പിനെ അറിയിച്ചത്. ഇതുപ്രകാരമാണ് ജിയോളജി വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മൺകൂനയും കോറിക്ക് സമീപവും സംഘം പരിശോധന നടത്തി. സമീപത്തെ വീടുകളിലും പരിശോധന നടത്തി. കോറിയിൽ നിന്നുമുള്ള ഉഗ്രസ്ഫോടനം മൂലം സമീപത്തെ വീടുകളിൽ വിള്ളൽ ഉണ്ടായതായി നാട്ടുകാർ ജിയോളജി വകുപ്പ് അധികൃതരെ അറിയിച്ചു. ഇക്കാര്യങ്ങളും പരിശോധിക്കുമെന്ന് അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി. തീവ്ര ശബ്ദത്തോടുള്ള പാറപൊട്ടിക്കൽ ഒഴിവാക്കാൻ കോറി ഉടമകൾക്ക് നോട്ടീസ് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജിയോളജി വകുപ്പ് അധികൃതർ നാട്ടുകാരെ അറിയിച്ചു. മണ്ണ് അവിടെ കൂട്ടിയിട്ടതിനെ സംബന്ധിച്ചാണ് അവരുടെ ഒരു കൺസേൺ ഉള്ളത്. കോറി പരിശോധിച്ചപ്പോൾ അനുയോജ്യമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുമോ നോക്കണം. പക്ഷേ അത് പ്രൊസീജിയർ ഉണ്ട്. മൈനിങ് പ്ലാനിൽ പറഞ്ഞ പോലെ ഒരു സ്ഥലം അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ട പ്രൊസീജിയർ എന്താണെന്ന് നോക്കിയിട്ട് ഭീഷണി ഒഴിവാക്കാൻ. എന്തായാലും അവിടെ മണ്ണ് അവിടെ നിന്ന് മാറ്റണം. അത് മാറ്റിയേ പറ്റുള്ളൂ. സാർ കണ്ടതല്ലേ, ആ വീടുകളൊക്കെയും കണ്ടതല്ലേ. അപ്പോൾ എന്തായാലും മണ്ണ് മാറ്റിയേ പറ്റൂ. മൊത്തം മാറ്റിയേ പറ്റൂ. സ്ഫോടനത്തിന്റെ കാര്യം നമ്മള് സ്ഥാനത്താണ് കൊടുക്കുന്നത്. അത് ശക്തി എന്തായാലും കുറയ്ക്കണം, കുറച്ചേ പറ്റൂ. അതല്ലാതെ ഇതാണ് ആദ്യത്തെ ഞങ്ങളുടെ അന്നത്തെ പോലെ 2 ദിവസം മഴ മഴ ഇപ്പൊ ഈ 2 ദിവസം ഇല്ലാത്ത കണക്കാക്കണ്ട. മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ അതൊന്നും അല്ല ഇവിടുത്തെ അവസ്ഥ ഉണ്ടാവുക. അന്ന് ആദ്യത്തെ മഴ പെയ്ത അന്ന് ഇവരാരെങ്കിലും അവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ആരെങ്കിലും വേണമെങ്കിൽ അവിടെ വന്ന് താമസിച്ചോട്ടെ. ഞങ്ങൾ ഈ പറയുന്നത് നുണയാണെന്നുണ്ടെങ്കിൽ അവരവിടെ വന്ന് താമസിച്ചോട്ടെ. ഇതുവരെ ആ താഴത്തെ ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കിയിട്ട് സംഭവിച്ചു. ഇതിന്റെ മുതലാളിമാരുണ്ട്, അവിടെ എന്താ സംഭവിക്കണമെന്നൊന്ന് അറിയോ നോക്കണ്ടേ. ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ല, അത് നമ്മൾ പറയണ്ട. അവരവരുടെ ബിസിനസ് അവരങ്ങനെ പോയിക്കോട്ടെ, അതല്ല പറയണത്. ജിയോളജി അവിടെ അനുമതി കൊടുക്കുമ്പോ അവിടെ ആരും അന്വേഷിച്ചില്ലല്ലോ. അപ്പുറം താഴെ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് ആരും നോക്കിയിട്ടൊന്നും. ഓരോ വെട്ടിക്കാനുള്ള ദൂരം ഉണ്ടെന്ന് കൂട്ടാം. മണ്ണിടാനുള്ള അത്ര ദൂരം ഇല്ലല്ലോ അവിടെ. അത് മണ്ണ് നിക്ഷേപിക്കുണ്ടല്ലോ നിക്ഷേപിക്കണത്. വിളിച്ചിറങ്ങി പോവില്ലേ. നമുക്കിതുവരെ ഒരു ടൈം ലിമിറ്റ് എന്നുള്ളത് ഉണ്ടാവും. ഒരു ഇത്ര സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ റിപ്പോർട്ട് ആയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. എന്തായാലും സമയത്തിന് വില ഉണ്ട്. കാരണം മഴ ഇന്നിപ്പോ ഈ കാണുന്ന അന്തരീക്ഷം ആവില്ല നാളേക്ക്. അപ്പൊ നാളേക്ക് എന്താവും മഴ എന്നുള്ളത് പറയാൻ പറ്റില്ല. മഴയാണ് ഞങ്ങൾക്ക് പേടി. ഈ വെയിൽ ആർക്കും പേടിയില്ല, ഒരു പ്രശ്നമില്ല. മഴയാണ് ഞങ്ങൾക്ക് പേടി. ഈ മഴ സ്ഥിരമായിട്ട് 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ മോശമാണ്. മാത്രമല്ല അവരെ സ്വന്തം സ്ഥലങ്ങളാണ് ഈ കിടക്കുന്നത്. ഇങ്ങോട്ട് മറിച്ചൂടെ? ഈ ജനങ്ങൾ താമസിക്കുന്നിടത്ത് മറിക്കണം. ഇവിടെ വർക്ക് എന്ത് നടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾ മൊത്തം ഞങ്ങൾ കേടി തടയും. തീരുമാനമാവാതെ ഇതിനുള്ളിൽ ഒരു പണി നടക്കാൻ പാടില്ല. വെടിയായാലും ശരി, മണ്ണായാലും ശരി, എന്തായാലും ശരി, അത് സാറിന് പറയാൻ കഴിയണം, ഞങ്ങളോട് പറയണം. ഞങ്ങൾ ജീവൻ പണയം വെച്ചിട്ടുള്ള കളി വേണ്ട. അതേ വേണ്ടുള്ളൂ, വേറെ ഒന്നും വേണ്ട. ഞങ്ങളെ സുരക്ഷത അത് സാറ് ഉറപ്പ് വരുത്തണം. അതാണല്ലോ പ്രധാനം. അതിന് ശേഷമല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ. ജീവൻ്റെ
കുറേ ജീവങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിലും കൂടി മനുഷ്യന് കൽപ്പിക്കുന്ന ജീവനാണല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടിപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു, ബാക്കിയുള്ള കുടുംബങ്ങൾ കൊടുത്തിട്ട് അയ്യോ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കുടുംബത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നല്ലേ നോക്കേണ്ടത്. അത്രയും അവിടെയുള്ള കുടുംബങ്ങളുടെ സംരക്ഷണമാണ് എൻ്റെ ഭാഗത്തുനിന്ന്. നമ്മുടെ അനുഭവങ്ങളാണ്. എനിക്കതേ എനിക്ക് അതിന് നിങ്ങൾ എന്ത് സംരക്ഷണം തന്നാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ ആ ഭാഗത്തുള്ള ജനങ്ങളുടെ സംരക്ഷണം. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അതേസമയം നാട്ടുകാർക്ക് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സലയും അറിയിച്ചു. എരുമത്തടം കോറിയുടെ പ്രശ്നത്തിനോടനുബന്ധിച്ച് ഇന്ന് ജിയോളജി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അവരായിട്ട് സംസാരിച്ചു. അവർ കോറിയുടെ പ്രദേശമൊക്കെ കണ്ടു. മണ്ണ് കൂനായിട്ടുള്ള പ്രദേശം പോയി കണ്ടു. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രദേശവാസികൾക്കത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അവർ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ട് തന്നെ അതിന് തക്കതായൊരു മറുപടി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് പ്രദേശവാസികളുടെ ആശങ്കയകറ്റി അവരുടെ ബുദ്ധിമുട്ട് മാറ്റും എന്നാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതിനവർ എന്ത് തീരുമാനമാണ് എടുക്കുക എന്നുള്ളത് തുറന്ന് പറഞ്ഞിട്ടില്ല. അതെന്തായാലും നാളെ ആകുമ്പോഴേക്കും വിവരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഇല്ല, ഇനി അവരുടെ അടുത്തുനിന്ന് ജിയോളജി വകുപ്പിൻ്റെ അടുത്തുനിന്ന് പോസിറ്റീവായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും.